ആഹാ, വെള്ളയും വെള്ളയും ഇട്ടിറങ്ങിയല്ലോ മാലാഖ. കൂടുതൽ കളിയാക്കല്ലേ നീ. 10-15 കൊല്ലം മുമ്പ് ഒരു പിശാചിന്റെ പിടിയിപ്പെട്ടതിന് ശേഷം ഞാനിങ്ങനെ ആയിപ്പോയെ. ഏത് പിശാച്? അല്ലെങ്കിൽ പിശാചിന് തിരിച്ചറിയാൻ പറ്റൂലല്ലോ. എന്റെ ക്ലീറ്റ, ഈ ചീഞ്ഞ കോമഡിയൊക്കെ നിർത്ത് ക്ലീറ്റ. എന്നെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ ആങ്ങളെയും കൂടെ വരും, കൂടെ അമ്മാവനും. ഇത് പാലായാ, ഇതെന്റെ സ്ഥലമാ കേട്ടാ. ഒരിക്കലും ചോദിക്കാൻ ഇവിടെ വരത്തില്ല. അങ്ങോട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിന്ന് പറഞ്ഞോക്കെ നാത്തു നിങ്ങളുടെ തല വയ്യും. അപ്പൊ അവളെ സ്റ്റാൻഡ് പിടിച്ചു. സ്റ്റാൻഡ് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ക്ലീറ്റോ, അവർക്ക് മനുഷ്യനെ കണ്ടാ തിരിച്ചറിയാം. അതെ, ചില്ലറ എന്തെങ്കിലും ഉണ്ടോടി? ഉണ്ടല്ലോ. 500 രൂപ എടുക്കാൻ. ചില്ലറയോ? 500 രൂപ ഇല്ലേ? ഉണ്ട്. ഞാൻ എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്നതായിട്ടൊരു തോന്നലേ. കൊറേ നാളായില്ലേ അങ്ങനെ തോന്നല് തുടങ്ങിയിട്ട്. അത് പോട്ടെ, എന്തായാലും നിന്റെ ഉണ്ടെന്ന് പറയാലോ. എന്റെ ഉണ്ട്. എന്ത് എടുക്കടി, കളിക്കല്ലേ. ക്ലീറ്റോ ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, തരാന്ന് പറഞ്ഞില്ല. അവിടെ ഇട്ടേക്ക്, ഞാൻ ചെയ്തോളാം. വേണ്ട, സഹായം വേണ്ടാത്തോണ്ടാ. അല്ല അതെ തങ്കം, നിന്റെ കാശ് മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാ 500 1000 ആവും, 1000 2000 ആവും, 2000 5000 ആവും. കടല്ലേ അല്ലേ? അങ്ങനെയൊന്നല്ല, അത് പറഞ്ഞ മാതിരി പൈസ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു രാശി തന്നെ. അത് തന്നെ. പക്ഷെ ഇപ്പൊ രാശി ഞാൻ കൊടുക്കണില്ല, പുറത്ത് കച്ചവടം ചെയ്യണില്ല. നീ എടുത്തേ, കളിക്കാതെ. ഞാൻ തരില്ല, ക്ലീറ്റോന് തരില്ല, പൈസ തരില്ല. സത്യം പറയട്ടെ, ഇവിടെ വന്ന് ഞാൻ പെട്ട് കിടക്കുകയാണ്. നമ്മുടെ അവിടെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പൈസ ഇങ്ങനെ വരുന്നു പോകുന്നു ലാവിഷായിരുന്നു. ഇതിപ്പോ വന്നും പോയി. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആലോചിച്ചത് ഇതാ, ക്ലീറ്റോനെ എന്ത് ചെയ്യും. എന്താണ്? അല്ല, ഈ പാലായിൽ ക്ലീറ്റോനെ ഇറക്കാൻ വേണ്ടിട്ട് ആരും ഇല്ലല്ലോ. അവിടെ ആകുമ്പോ പിന്നെ കനകനുണ്ട്, അമ്മാവനുണ്ട്, അമ്മയുണ്ട്. എല്ലാവരുടെയും പറ്റിച്ചെന്തെങ്കിലും നീ ഉദ്ദേശിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. നിന്റെ ആങ്ങളയിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെയും നിന്റെ മോളുടെ ആവശ്യത്തിന്, അല്ല എന്റെ ഒരു ആവശ്യത്തിന് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല. എന്ത് രസം കേൾക്കാൻ. എന്റെ ആവശ്യത്തിന് ഞങ്ങൾക്ക് മോക്കും വേണ്ടി ചെലവാക്കിയാൽ തന്നെ അവ അത് നാഴിക്ക് 40 തൊട്ട് കണക്കും പറയും. അങ്ങനെ ഒരു ആങ്ങള പെങ്ങക്കും മോക്കും വേണ്ടി ചെലവാക്കി, എന്നിട്ട് എന്റെ കയ്യിലും കഴുത്താലും കിടക്കുകയല്ലേ സ്വർണവും മവിടമായിട്ട്. പോളിട്ട് അതെ, 2 കൊല്ലം അങ്ങോട്ട് കഴിയട്ടെ, പിന്നെ ഓരോരുത്തരുടെ അടുത്തും പോയി ഒരു നയ പൈസ ചോദിക്കേണ്ട കാര്യമില്ല. റബ്ബർ അങ്ങോട്ട് വളരും, പിന്നെ അത് വെട്ടി ക്ലീറ്റോ എടുക്കും പൈസ. ക്ലീറ്റോ ഈ 2 വർഷം എന്ന് പറഞ്ഞാൽ 2 വർഷം പോണ്ടേ? അതാന്ന് പറഞ്ഞെങ്കിൽ പോകും. എങ്ങനെ പോകും? അതാ അതിന്റെ വഴിക്ക് 365 × 2 കൂട്ടി നോക്ക്. 720 അല്ല 30, 730 ദിവസം ക്ലീറ്റോ ഇവിടെ കിടന്ന് ബജ്ജൊക്കെ വരയ്ക്കും. ഇത്രയും ദിവസം ഉണ്ടല്ലേ? വർഷമൊക്കെ പെട്ടെന്ന് പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ കളിക്കല്ലേ, നീ കാശെടുക്ക. ഇല്ല, നീ എഴുകടി, നിന്റെ ഉണ്ട് തങ്ക, നീ കളിക്കല്ലേ. സമാധാനം തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രശ്നം ഇല്ല എന്നൊന്നും പറഞ്ഞ പ്രശ്നമുണ്ടടി. പിന്നെ എന്താ പ്രശ്നം? പ്രശ്നമില്ല പോലെ എടി, ഇവിടെ നെറ്റ് നിക്കുന്നില്ല. നിക്കണെങ്കിൽ ഒരു കസേര ഇട്ട് കൊടുക്കളീറ്റോ, വന്നിരിക്കട്ടെ. അതിന് അവളെന്ത് ചെയ്ത്? നിന്റെ വളിച്ച കോമഡി ഇങ്ങോട്ട് വേണ്ട കേട്ടോ തങ്കം, മതി. എടി മെനഞ്ഞാന്ന് ചാർജ് ചെയ്തതാ, ഇതങ്ങോട്ട് ഓൺ ചെയ്ത് ടപ്പേന്ന് അങ്ങ് തീരും. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എടി? അതിന് നാത്തൂന് അതിനെന്ത് ചെയ്ത്? അല്ല, അവളൊന്നും ചെയ്തില്ല. ഞാനപ്പോ അത് ഒന്നുകൂടെ ഒന്ന് ചാർജ് ചെയ്യണം. അതിന് ഞാൻ അവളോട് വെച്ചിട്ട് പൈസ ചോദിച്ചു. അപ്പൊ അവള് പൈസ കൊണ്ട് തരത്തില്ല. അതാണോ അതിന്റെ പ്രശ്നം? തരില്ല, പൈസ തരില്ല. എന്റെ ഇഷ്ടം പോലെ പൈസ ഇരിപ്പുണ്ട്. ക്ലീറ്റോ ചോദിച്ച 5ന്റെ പൈസ തരില്ല. നീ തരണ്ടടി, നീ തരണ്ട. തരില്ല. കൊടുക്കൂല, ഞാൻ കൊറേ കൊടുത്തതാ. അങ്ങനെ ചോദിക്കും. നിനക്കറിയാലോ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് ഈ നെറ്റും ഫോണും ഒക്കെ ഇല്ലായിരുന്നാ എന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക ഇടപെടലുകളെല്ലാം തടസ്സാവൂലേ? അത് ശരിയാട്ടാ, അത് ശരിയാ. നാത്തൂന് എന്ത് മനസ്സിലാക്കിയിട്ട് പറയണത്? ഇത് കൊറേ നാളായി ഞാൻ ഈ സാമൂഹ്യ ഇടപെടൽ കാണുന്നത്, ഒന്നും നടന്നു കണ്ടിട്ടില്ലല്ലോ. എന്ത് എടി, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, ഞാൻ തുടച്ചു തരാം. അതെ, നിന്റെ പൈസ ഉണ്ടോ? അതാണ് കാര്യം. എന്തിനാ പൈസ? പൈസ നിനക്ക് എത്ര ആശ വേണ്ടേ? എനിക്കൊരു 600 രൂപ വേണോ? ക്ലീറ്റോ കുറച്ചു എന്നോട് 500 എന്നല്ലേ പറഞ്ഞു ക്ലീറ്റോ? ഇപ്പൊ അവിടെ 100 രൂപ കൂടിയത്. അത് ഞാൻ നിന്നോടല്ലേ 500 ചോദിച്ചത്. എവളോട് ചോദിച്ചപ്പോ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. വേണ്ട, ഞാൻ സമ്മതിക്കൂല. ക്ലീറ്റോന് പൈസ കൊടുക്കണ്ട. ആവശ്യമില്ലാതെ ഇടപെടരുത്. ഇവിടെ എന്റെ പെങ്ങളാണ്, അവൾ എനിക്ക് എന്തെങ്കിലും തരണമെങ്കിൽ നീ കനകനോട് മേടിക്കണതാ. കനകനെ തോറ്റല്ലോ കൊടുത്ത്. നാത്തൂനെ ഞാൻ എല്ലാം അറിയാവുന്നോണ്ട് പറയാണ്, ക്ലീറ്റോന് മാത്രം നിങ്ങൾ പൈസ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. കൂടുതൽ കളിക്കല്ലേ തങ്കം നീ. അത് എന്റെ പെങ്ങള്, എനിക്ക് എന്തെങ്കിലും മനസ്സറിഞ്ഞ് തരണം. നിനക്കും തടി ചോദിച്ചാലും നിങ്ങളപ്പോ
പാവത്തിനെ പറ്റിച്ചിട്ടില്ലേ ഇപ്പൊ എന്ത് പറ്റിച്ച്? കള്ളത്തരം കള്ള വിഷമം കാണിച്ച് പറ്റിച്ചില്ല. ഇപ്പൊ അവൾ എടുക്കാൻ പോയ കാശെന്ന് പറയുന്നത് അവളെ കെട്ടിയ നാട്ടുകാരെ പറ്റിച്ചിട്ട് കൈക്കൂലിയൊക്കെ മേടിച്ച കാശാ. അത് അവളെ വെക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത് അയാൾ അധ്വാനിച്ച പൈസയൊന്നുമില്ല. അത് ഇങ്ങനെയൊക്കെ തന്നെ ചെലവാക്കി തീർക്കണം. അല്ലെങ്കിൽ എന്റെ ബന്ധുക്കും കുട്ടികൾക്കും ദോഷമാണ്. അതുകൊണ്ട് ഓ ക്ലീറ്റോ, നിങ്ങളുടെ തലയിൽ വരച്ച വരയുണ്ടല്ലോ, ലോകത്തോരോ മനുഷ്യനും ഇങ്ങനെ സുഖമാനായിട്ട് ജീവിക്കണ്ടാവൂല. അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി. മിണ്ടാണ്ട് നിക്ക്, നാട്ടുകാര് കേൾക്കുന്ന നിന്റെ പൈസ നീ പോ. എടീ, നിനക്ക് അറിഞ്ഞൂടാത്ത ഒരു സത്യം ഞാൻ പറയട്ടോ. ഞാൻ എവളുടെ കൂടെ കൂടിയ പിന്നാണ് എന്റെ രാഷ്ട്രീയ ഭാവം ഇങ്ങനെ മുരടിച്ചു പോയി. ഇല്ലെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടെന്ന് അറിയാമോ? പിന്നെ പ്രധാനമന്ത്രി ആയാലും ഞാൻ ചിലപ്പോ പ്രസിഡന്റ് ആവൂടി. കളിക്കുന്നവള് ആലായാലും വന്നിട്ട് എന്നോട് കളിക്കുന്നു. നാത്തൂനെ, ഈ ക്ലീറ്റോനെ ഇങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കല്ലേ കേട്ടോ. നീ ഒന്നും മിണ്ടാതിരിക്കുക. അവൻ എന്റെ ആങ്ങളായിട്ടല്ലേ നിന്റെ ഭർത്താവായത്. അവൻ എന്തോരം പോകുന്നൊക്കെ എനിക്കറിയാം. നീ 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 അടുക്കളയിൽ പോയി എന്താന്ന് നോക്കി ചെയ്യും പോ. ഇതേ അറിയാത്ത പുള്ള ചൊറിയും പറയും. ആ ഞാൻ അറിഞ്ഞോളാം. ആ ഓ എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കഷ്ടം. പള്ളിക്കൂടം പഠിത്തമൊന്നുമില്ല മോനെ. സമരം സമരം സമരം. പിന്നെ പൊള്ളന്മാരൊക്കെ അല്ലേ പഠിക്കണേ. പിന്നെ സമരം നടന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. എടാ, സമരമാണെങ്കിലും ബുക്ക് എടുത്ത് വീട്ടിൽ ഇരുന്ന് 4 അക്ഷരം പഠിക്കാൻ നോക്ക്. നീ 10ാം ക്ലാസ് 2 വർഷം കഷ്ടപ്പെട്ടിട്ട് എഴുതിയെടുത്ത. ഇനി +2 എത്ര വർഷം നീ ശ്രമിക്കാൻ പോണേ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ഓ, ആരോടെ ആലോചിക്കാൻ പോണു? അല്ല, ഞാൻ തന്നെ ആലോചിച്ചിട്ട് പറയാം. ഓ, ഭയങ്കര ഐഡിയ ആണല്ലോ. ധാരാതലയിൽ ഉദിച്ചതാ. എന്റെ തല തന്നെ ഉദിച്ചാ. ഈ തല വെയിൽ ഒള്ളിക്കണ്ട കേട്ടാ. ആയിക്കോട്ടെ. പഠിക്കാതെ നടക്കണവൻ. എന്റെ അങ്കിളെ ഇപ്പൊ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ഈ കോഹ്ലിക്കൊക്കെ എന്നാ വരുമാനം അറിയോ? ക്രിക്കറ്റിൽ നിന്ന്. ഓ, ഭയങ്കര വരുമാനമാണോ? ആ, അതുപോലെ ഒരു കളിക്കാരനായി മാറാനാണ് എന്റെ ആഗ്രഹം. ഓ ഓ, അത് ശരി. എടാ, അവര് ഇങ്ങനെ കളിക്കാരായെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. അല്ലാതെ ചുമ്മാ ഇത് മാത്രം കൊണ്ടല്ല. അത് എനിക്കിപ്പോ ആവശ്യമുണ്ടല്ലോ. ആ, നിനക്കൊണ്ട് എല്ലാം ഉണ്ട്. നീ എല്ലാം തികഞ്ഞ ഒരുത്തനാണല്ലോ. അറിയാല്ലേ? നിങ്ങളെ ഫ്രീ ആണോ? അല്ല, ഫ്രീ ആണോ? ഞാനാ? ആ, ഫ്രീ ആണെങ്കിൽ എനിക്ക് 2 ബോൾ ഇട്ട് തരാമോ? ഇങ്ങനെ നീ കളിക്കണം, സൂക്ഷിച്ചും കണ്ട് കളിക്കണം കേട്ടാ. നിന്റെ തന്തയടക്കം നീ ഇങ്ങനെ സംസാരിക്കരുത്. എന്നോടത് വേണ്ട. ഞാൻ നിന്റെ ആരാന്നറിയാമോ? ഒരു ബോൾ ഇട്ട് തരാന്ന് പറഞ്ഞാൽ ഇത്ര ബോൾട്ട് തരാന്ന് തെറ്റാണോ? നീ തടത്തിൽ പോയി കളിക്കും. ഞാൻ നിന്റെ കളിപ്പിള്ളയാടാ. ഞങ്ങളെ ഇങ്ങനെ ദേഷ്യപ്പെടില്ലോ. എനിക്ക് ഭയങ്കര പേടിയാണ്. അതെയാ? നീ ഇനി പേടിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. എന്റെ തനി സ്വരൂപം നീ കണ്ടിട്ടില്ല കേട്ടാ. ഫിനി ഉണ്ടല്ലേ? ആ, പലതും കാണാനുണ്ടടാ. കാണിച്ചു തരാം ഞാൻ. അല്ല, ഇതിലെ പണിയൊന്നുമില്ല, ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ആരാ പറഞ്ഞ നിന്നോട് എനിക്ക് പണിയില്ലാന്ന്? നിന്റെ തന്തയായിരിക്കും. ആ ഊള പോലീസ്. പറയാ. ആ, നിന്റെ തന്തയുണ്ടല്ലോ എങ്ങനെയാ പോലീസിൽ കയറിയെന്നൊക്കെ എനിക്കറിയാം. നെഞ്ചു വിരിവില്ലാതെ ആ മോഞ്ഞി ഈ കിളി പോലെ ഇരിക്കണം. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. മണ്ടൻ. Alien versus Alien.